കനത്ത വ്യോമാക്രമണത്തിന് പിന്നാലെ ലബനാന് നേരെ കരയുദ്ധത്തിന് തയ്യാറെടുത്ത് ഇസ്രായേൽ. സംഘർഷ മേഖലയിൽ നിന്ന് പതിനായിരങ്ങൾ വീടൊഴിഞ്ഞു പോകുന്നു. ലബനാൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കാൻ ഇസ്രായേൽ നീക്കം നടക്കുന്നു. ആക്രമണങ്ങൾക്കിടെ മൊസാദ് ആസ്ഥാനത്തേക്കടക്കം മിസൈൽ അയച്ച് ഹിസ്ബുല്ലയുടെ തിരിച്ചടി. വിവരങ്ങളുമായി മുജീബ് റഹ്മാനും MC നാസറും ചേരുന്നുണ്ട്. ആദ്യം മുജീബിലേക്ക്. മുജീബ്, ഇപ്പോഴും ആക്രമണം തുടരുകയാണ്, പ്രത്യാക്രമണം നടക്കുന്നുണ്ട്. അത് മാത്രമല്ല കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്? തന്നെയാ, ലബനാന് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം കടുപ്പിക്കുക തന്നെയാണ്. ഇപ്പോൾ വ്യോമാക്രമണം തെക്കൻ ലബനാന് നേരെ തുടർച്ചയായ വ്യോമാക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ വാർത്ത നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ തെക്കൻ ലബനാനിലേക്ക്, അതായത് തെക്കൻ ലബനാൻ ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിലേക്കുള്ള സൈനിക വിന്യാസം ശക്തിപ്പെടുത്തുകയാണ്. 2 റിസർവ് ബറ്റാലിയനെ കൂടി ഈ ഭാഗത്തേക്ക് നിയോഗിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന എടുത്തിരിക്കുന്നത്. നിലവിൽ തന്നെ കനത്ത വ്യോമാക്രമണം ഇവിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ 60ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ഇന്ന് ഇസ്രായേൽ സേന ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇസ്രായേൽ സേന തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. 200-ലധികം ആക്രമണങ്ങൾ ഇന്ന് തന്നെ നടത്തിയിട്ടുണ്ട്. അതിൽ 60ഓളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തങ്ങൾ ടാർഗറ്റ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ, അവരവകാശവാദം ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ കരയുദ്ധത്തിന് കൂടി സന്നദ്ധമാകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. കരയുദ്ധത്തിലേക്ക് നേരത്തെ തന്നെ കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് വിന്യസിച്ചിരുന്നു. ഇവിടം ഏതാണ്ട് വടക്കൻ ഇസ്രായേൽ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ഇസ്രായേൽ കുടുംബങ്ങൾ ഈ കുടിയേറ്റ മേഖലയിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോയിരുന്നു. അതിപ്പോൾ കൂടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ വടക്കൻ മേഖല കമാൻഡർ ഇന്ന് അദ്ദേഹം പറയുന്നത് തങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് ഇരച്ചു കയറാനുള്ള ഒരു സൈനിക നീക്കവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. കൂടുതൽ സൈനികരെ വിന്യസിച്ചതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നേരിട്ടുള്ള കരയാക്രമണത്തിലേക്ക് നീങ്ങുന്നതായുള്ള സൂചനകളാണ് വരുന്നത്. ഇത് കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ തെക്കൻ ലബനാനിൽ നിന്നടക്കം ലബനാൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകളാണ് വീടൊഴിഞ്ഞ് പോകുന്നത്. അവർ ലഭ്യമായ ഇടങ്ങളിലെല്ലാം സ്കൂളുകളും മറ്റും ക്യാമ്പുകളാക്കി മാറ്റി അവിടങ്ങളിൽ അവർ നിലയുറപ്പിക്കുന്നു. കൂടുതൽ ക്യാമ്പുകൾ തുറക്കുന്നു. അതോടൊപ്പം തന്നെ റോഡുകൾ വലിയ തരത്തിലുള്ള ജനത്തിരക്ക്, വാഹനങ്ങളുടെ തിരക്കുണ്ടാകുന്നു. കയ്യിൽ കിട്ടിയ വസ്തുക്കളുമായി ആളുകൾ ഈ ക്യാമ്പുകളിലേക്ക് പോകുന്നു. ഒരു ഭാഗത്ത് സിറിയ ഉൾപ്പെടെയുള്ള മറ്റ് നാടുകളിലേക്ക്, അയൽ നാടുകളിലേക്കും മറ്റുമുള്ള പലായനവും കൂട്ടപ്പലായനവും തുടങ്ങുന്നുണ്ട്. ഇന്നിപ്പോൾ ലബനാൻ്റെ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നതനുസരിച്ച് ഇപ്പോൾ ഈ പുതിയ ആക്രമണ പരമ്പര തുടങ്ങിയതോടുകൂടി തന്നെ ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകളാണ്, അതായത് 1.5 ദശലക്ഷം ആളുകൾ ഇപ്പോൾ തന്നെ വീടുകൾ ഒഴിഞ്ഞ് മറ്റ് ക്യാമ്പുകളിലേക്കും മറ്റും പോയിരിക്കുന്നു. ഈ തരത്തിലുള്ള വലിയൊരു കൂട്ടപ്പലായനം ഈ നാടുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഈ ലബനാൻ്റെ തെക്കൻ ലബനാനിലും അതുപോലെ തന്നെ വടക്കൻ ലബനാനിലും എല്ലാം പല ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ ഒഴിഞ്ഞു പോകുന്നതായുള്ള വാർത്തകളാണ് വരുന്നത്. ഇതിനിടയിലാണിപ്പോൾ ഈ ഒരു കരയാക്രമണത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ സങ്കീർണമാകും കാര്യങ്ങളെന്ന കാര്യത്തിൽ സംശയമില്ല. 51 പേര് ഇന്നത്തെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 200-ലധികം ആളുകൾക്ക് ഇന്ന് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ പല ഭാഗങ്ങളിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, മുജീബിലേക്ക് വരാം. നാസർ കൂടി ചേരുന്നുണ്ട്. നാസർ, ഈ ഒരു സാഹചര്യത്തിൽ, ഇത്ര രൂക്ഷമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. അപ്പോഴാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലബനാന് പൂർണ്ണ പിന്തുണ നൽകുന്നു. അമേരിക്കയുടെ നിലപാട് വളരെ നിർണായകമാണ്. എന്ത് നിലപാടിലേക്കാണ് അത്തരത്തിൽ ലോകരാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു മധ്യസ്ഥ ശ്രമം എന്നുള്ള തരത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ടോ? എന്താണ് സ്ഥിതി? തന്നെയാണ്. നമുക്ക് നേരത്തെ അറിയാം, പിന്നെ ഈ ഗസയിലെ വലിയ യുദ്ധം പല തലങ്ങളിലായിട്ട് നടക്കുകയും 42,000-ലധികം മനുഷ്യർ കൊല്ലപ്പെടുന്ന ഒരു ഘട്ടത്തിലൊക്കെ തന്നെ അമേരിക്ക ബൈഡൻ ഭരണകൂടം പറഞ്ഞിരുന്നത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഒരു വെടിനിർത്തൽ കരാറിന് വേണ്ടി നീക്കങ്ങൾ നടത്തും. അങ്ങനെ പാരീസിൽ, കെയ്റോയിൽ, ദോഹയിലൊക്കെ ചർച്ച നടന്നെങ്കിലും ഇത്ര മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഒരു സമാധാന സ്വഭാവത്തിലുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെക്കാനോ അത് വിജയിപ്പിച്ചെടുക്കാനോ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ ഇപ്പോൾ അമേരിക്ക നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ
പ്രമുഖനാവട്ടെ, ബൈഡൻ ആവട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് പിന്നെ സ്റ്റേറ്റ് വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിയന്തരമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്, ശക്തമായിട്ടുള്ള ആശയവിനിമയങ്ങൾ തുടരുന്നുണ്ട് എന്നാണ്. പക്ഷേ പ്രായോഗികമായിട്ട് എന്തെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പരിഹാരം ഇതിലൂടെ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. കാരണം ഹിസ്ബുല്ലയുമായിട്ടുള്ള ഒരു ചർച്ച ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. ലബനാൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില അനൗപചാരികമായിട്ടുള്ള ചർച്ചകൾ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ മാത്രമാണുള്ളത്. അതേസമയം നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ അതിർത്തിയിൽ നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്ന മുഴുവൻ പേരെയും തിരിച്ചെത്തിക്കുന്ന ഒരു പദ്ധതിയാണ് തങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കരയുദ്ധത്തിലേക്കും തങ്ങൾ കടക്കും എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ പിന്നെ രമ്യമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നും പറയുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇത് എങ്ങോട്ടാണ് ഒരു സമാധാന പദ്ധതിയിലേക്ക് ഇത് നീങ്ങുക എന്നത് സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയും സമാധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നതല്ലാതെ പ്രായോഗികമായി ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമുല അവതരിപ്പിക്കാനോ ഈ വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നതിന് ഇസ്രായേലിനെ നിർബന്ധിക്കാനോ ഉള്ള ഒരു സമീപനം ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ UN-ന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു പൊടുന്നനെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ചില അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഖത്തർ, ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ മധ്യസ്ഥരാക്കിക്കൊണ്ടൊരു 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ രൂപപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ട് അറബ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു സ്ഥിതിയിലേക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു സാഹചര്യം, കാരണം ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഏറെയുള്ള രാജ്യം കൂടിയാണ് ലബനാൻ. നമുക്കറിയാം ഇറാൻ, സൗദി, തുർക്കി, റഷ്യ ഈ രാജ്യങ്ങളെല്ലാം അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരുപാട് നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ടോ? തന്നെ ഇതൊക്കെയും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഒക്ടോബർ 7 ഈ ഒരു ആക്രമണത്തെ തുടർന്ന്, അല്ലെങ്കിൽ ഈ ഗസ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഹിസ്ബുല്ല വളരെ കൃത്യമായിട്ട് ഈ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പരിമിതമായിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ അവർ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള പ്രശ്നം എന്നത് ഗസ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാകുമോ എന്നതാണ്. അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം മുന്നോട്ട് വെച്ച ഫോർമുലയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഖത്തറും ഈജിപ്തും ഉൾപ്പെട്ട് ചർച്ചകൾ നടന്നു. പക്ഷേ ചർച്ചകളിലൊന്നും തന്നെ ഒരു പരിഹാരമുണ്ടാക്കാനുള്ള ഒരു നടപടി പോലും നെതന്യാഹു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. തൻ്റെ ഒരു അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഈ യുദ്ധം തുടരട്ടെ, അതോടൊപ്പം തന്നെ അമേരിക്കയെയും ഇറാനെയും ഒക്കെ ഈ യുദ്ധത്തിലേക്ക് എങ്ങനെയൊക്കെ വലിച്ചു കൊണ്ടുവരാൻ സാധിക്കും, ആ അർത്ഥത്തിലുള്ള നീക്കങ്ങൾ നെതന്യാഹു തുടരുന്ന ഒരു ഘട്ടത്തിൽ പിന്നെ വളരെ വളരെ ഈ നയതന്ത്ര നീക്കം എന്നത് ഒരു പ്രത്യക്ഷത്തിൽ അതൊക്കെയും പിന്നെ പ്രസ്താവനകൾ വരുന്നു എന്നതിലപ്പുറത്ത് കാര്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഗസ യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ ഈ മേഖലയിലുള്ള ഈ ഹിസ്ബുല്ലയുടെ ആക്രമണം നിലയ്ക്കും, അതോടൊപ്പം തന്നെ ഹൂത്തികളുടെ ആക്രമണം നിർത്തിവെക്കാൻ അവർ തയ്യാറാവും. ഇതൊക്കെ പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ 11 മാസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ പോലും നിത്യവും ഈ കുരുതികൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ഒരു യുക്തമായിട്ടുള്ള ഒരു പരിഹാരം കാണാനോ ആ വെടിനിർത്തലിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കാനോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പോലും നെസറിയും അതോടൊപ്പം തന്നെ ഫിലാഡൽഫിയ ഈ കോറിഡോറിൽ നിന്ന് തങ്ങളുടെ സൈനിക പിന്മാറ്റം ഉണ്ടാകില്ല എന്ന് പിന്നെ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, വടക്കൻ ഗസയിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ പൂർണ്ണമായിട്ടും ഒരു സൈനിക പിന്നെ സംവിധാനം അവിടെ രൂപപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടി ഇസ്രായേൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു നയതന്ത്ര നീക്കം നടക്കണമെങ്കിൽ അത് ഇസ്രായേലിന്റെ നെതന്യാഹു തന്നെ മനസ്സ് വെക്കേണ്ടതുണ്ട്. അതിന് നെതന്യാഹുവിനെ പ്രേരിപ്പിക്കാൻ ഈ ബ്രിട്ടനും അതോടൊപ്പം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങൾ തയ്യാറാകുമോ എന്ന ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിലും നിലനിൽക്കുന്നത്. അതല്ലാതെ കേവലമായിട്ടുള്ള ഹിസ്ബുല്ലയുമായിട്ടുള്ള ഒരു അനുരഞ്ജനം വന്നതുകൊണ്ട് മാത്രം ഈ മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. അതിന് പലസ്തീൻ പ്രശ്നത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ പോലും ഏതാണ്ട് ഇസ്രായേലിന് മാത്രം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള, ഇസ്രായേലിന്റെ സുരക്ഷ മാത്രം പിന്നെ മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ബൈഡൻ ഭരണകൂടം സ്വീകരിക്കുന്നത്. അതേ സമീപനം തന്നെയാണ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ വിഭാഗവും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം വരുത്താതെ ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് പൊടുന്നതിന് ഒരു പരിഹാരം അതിനാണ് ലോകം കാത്തിരിക്കുന്നതും. നാസർ, മുജീബിലേക്ക് വീണ്ടും. മുജീബ്, ഈ ഗസയിലെ യുദ്ധത്തെ മറികടക്കുക, അതിന് മറ്റൊരു യുദ്ധം ഉണ്ടാക്കുക, വൈകാരികമായിട്ട് ലോകത്തെ മാറ്റി ചിന്തിപ്പിക്കുക, അങ്ങനെയുള്ള പല ഉദ്ദേശങ്ങൾ ഇസ്രായേലിന്റെ മുന്നിലുണ്ട് എന്നതിരിക്കെ ലബനാന്റെ മാത്രം കാര്യമെടുത്തല്ല. അതായത് വളരെ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം ഹിസ്ബുല്ലയുടെ കാര്യമാണ്. അതായത് അവിടെ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര കാലം
കാലം ഇല്ലെങ്കിൽ ഏതു തരത്തിൽ മുന്നോട്ട് പോകും ആ പ്രതിരോധം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാകേണ്ടതുണ്ട്. ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന കാര്യം നിലവിലെ സാഹചര്യത്തിൽ അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലബനാന് നേരെയുള്ള ഇപ്പോഴത്തെ ഒരു ആക്രമണത്തിന് പിന്നിൽ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം ഇസ്രായേലിൽ തന്നെ ഉടലെടുത്ത വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. കാരണം ഈ ഗസ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലകളിൽ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ലബനാനിൽ നിന്ന്, അതായത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ആ മേഖലയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കൂടുതലായി അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ചത്. ഇങ്ങനെ വലിയ തരത്തിലുള്ള കുടിയേറ്റക്കാർ ആ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോവുകയും അവിടെ ആൾപ്പാർപ്പില്ലാത്തൊരിടമായി തീരുകയും ചെയ്യുമ്പോൾ ഗസയിൽ ഒരു ഭാഗത്ത് പുതിയ അധിനിവേശങ്ങൾ നടത്തുമ്പോൾ നേരത്തെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിലെ ആളുകൾ പിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നും വീടൊഴിഞ്ഞു പോകുന്ന വലിയൊരു പ്രതിസന്ധി അവർ നേരിട്ടിരുന്നു. അവർക്ക് തിരിച്ചെത്താനുള്ള സംവിധാനം ഒരുക്കണം. നെതന്യാഹുവിൻ്റെ ഈ യുദ്ധക്കൊതി തങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയിരിക്കുന്നു, തങ്ങൾക്ക് തങ്ങളുടെ വീടുകളിൽ താമസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധക്കാർ അവിടെ വലിയ തരത്തിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ അവർ ലബനാന് നേരെയുള്ള ഈ ആക്രമണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഹസൻ നസ്രുള്ള, അതായത് ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസ്രുള്ള അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ആദ്യ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിനിടെ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം, ഒരിക്കലും വടക്കൻ ഇസ്രായേലിൽ നിന്ന് തിരിച്ച് കുടിയിറങ്ങിപ്പോയ ആളുകൾക്ക് തിരിച്ചെത്താനാവില്ല. ഗസയിലെ യുദ്ധം, ഈ ഗസയ്ക്ക് മേലുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ അവർക്കൊരിക്കലും തിരിച്ചെത്താനാവുമെന്ന് ഇസ്രായേൽ കരുതേണ്ടതില്ല എന്നൊരു മുന്നറിയിപ്പാണ് അവർ ഹിസ്ബുള്ള നൽകിയിരുന്നത്. അതിപ്പോഴും തുടരുക തന്നെയാണ്. കാരണം ഈ ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോഴും തെക്കൻ ലബനാനിലെ നേരെ വലിയ തരത്തിലുള്ള വ്യോമാക്രമണം നടക്കുമ്പോഴും ഇന്നിപ്പോൾ ഇറാനിൽ നിന്നുള്ള പ്രതിനിധികൾ അവരുടെ സംഘം അറിയിച്ചതനുസരിച്ച് ഈ ആക്രമണങ്ങൾ നടക്കുന്ന തെക്കൻ ലബനാനിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ബോംബാക്രമണം കഴിഞ്ഞ ഉടനെ ഇവിടെ നിന്നും മിസൈലുകൾ വീണ്ടും തെക്കൻ ലബനാനിലെ ഇസ്രായേലിൻ്റെ വടക്കൻ ഇസ്രായേലിലേക്ക് പ്രവഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തരത്തിലുള്ളൊരു പെട്ടെന്ന് തീർത്ത് കളയാവുന്ന തരത്തിലുള്ള സാഹചര്യമല്ല അവിടെ ഉള്ളത് എന്ന സൂചനയാണ് നൽകുന്നത്. ഇറാൻ്റെ വലിയ സപ്പോർട്ട്, വലിയ ഒരു പിന്തുണ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കുണ്ട്. അതോടൊപ്പം ഏറ്റവും പുതിയ വാർത്തകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നു. എയിലാത്ത് തുറമുഖ നഗരത്തിൽ ഹൂത്തികളുടെ ഡ്രോൺ പതിച്ചതായുള്ള പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കൊരു ഡ്രോൺ അയച്ചിട്ടുണ്ട്, തങ്ങളുടെ ഒരു ആക്രമണം അവിടെ നടത്തിയിട്ടുണ്ടെന്ന് ഹൂത്തികൾ അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പല ദിക്കുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നുമുള്ള പിന്തുണ ഹിസ്ബുള്ളയ്ക്കുണ്ട്. ലബനാനിലെ ഈ ഇസ്രായേലിനെതിരായ പോരാട്ടം നയിക്കുന്ന സംഘങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. അതനുസരിച്ച് തന്നെയാണ് ആ ഒരു മുന്നേറ്റം തന്നെയാണ് യഥാർത്ഥത്തിൽ കരയുദ്ധത്തിന് പോലും അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനെയും നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലുള്ള അവരുടെ പ്രതികരണം വരുന്നത്. അതേസമയം ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ ഒരു നല്ല നിലയിലുള്ള മധ്യസ്ഥ ചർച്ച വരികയാണെങ്കിൽ അത്തരം ചർച്ചകൾക്ക് തങ്ങൾ എതിരല്ല എന്നും ഹിസ്ബുള്ള നേതാക്കൾ അവരുടെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നുണ്ട്.